SSLC IT QGIS സോഫ്റ്റ്വെയർ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് ആദ്യം QGIS തുറക്കാതിനായിട്ട് ഷോ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ QGIS ടൈപ്പ് ചെയ്യുന്നു. QGIS അതിൽ പ്രോജക്റ്റ് ഓപ്പൺ. ഇനി ഈ ഫോൾഡറിലുള്ള Kerala.QGIS എന്ന ഭൂപടം തുറക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Kerala.QGIS ഇത് ഓപ്പൺ ചെയ്യുന്നു. ഇത് ഭൂപടം ഇവിടെ ദൃശ്യമായിരിക്കുന്നു. ഇനി ഈ ഭൂപടത്തിൽ പുതിയൊരു ലെയറിലായിട്ട് കേരളത്തിലുണ്ടായ പ്രധാന ഉരുൾപൊട്ടലുകളുടെ ഡാറ്റ ചേർക്കാം. ഇതിനായിട്ട് മെനു ബാറിൽ ലെയർ ആഡ് ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. ശേഷം തുറന്നു വരുന്ന ഡാറ്റ സോഴ്സ് മാനേജർ ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ഈ ജാലകത്തിൽ ഫയൽ നെയിം എന്ന ഭാഗത്ത് ഇവിടെ ഈ 3 ഡോട്ടുകൾ ഇവിടെ ബ്രൗസ് ചെയ്ത് കേരള ലാൻഡ്സ്ലൈഡ്സ് .csv എന്ന ഫയൽ കൊണ്ടുവരണം. അപ്പോൾ കേരള ലാൻഡ്സ്ലൈഡ്സ് .csv എന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പൺ കൊടുക്കുന്നു. ശേഷം ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഫയൽ ഫോർമാറ്റ് CSV തന്നെയായിരിക്കണം. ഇവിടെ ഫയൽ ഫോർമാറ്റ് CSV സെലക്ട് ആയിട്ടുണ്ട്. ജിയോമെട്രി ഡെഫിനിഷൻ പോയിന്റ് കോർഡിനേറ്റ്സ് തന്നെയാണ്. X ഫീൽഡ് ലോഞ്ചിറ്റ്യൂഡും Y ഫീൽഡ് ലാറ്റിറ്റ്യൂഡും തന്നെയാണുള്ളത്. പിന്നെ പറഞ്ഞിരിക്കുന്ന ജിയോമെട്രി CRS EPSG 4326 WGS 84. ശേഷം ആഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഡാറ്റ സോഴ്സ് മാനേജർ ഡീലിമിറ്റഡ് ടെക്സ്റ്റ് എന്ന ജാലകം ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു. ക്ലോസ് ചെയ്തു. ഇനി ഇതോടെ നമ്മുടെ ഈ ഭൂപടത്തിൽ മാപ്പിൽ പുതിയൊരു ലെയർ ടൈപ്പ് പോയിന്റ്സ് നാം ഉൾപ്പെടുത്തിയ ഡാറ്റ നമുക്ക് കാണാൻ സാധിക്കും. മാപ്പിൽ രേഖപ്പെടുത്തിയ ഏതെങ്കിലും ഒരു പോയിന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ കാണാനായി ഈ പുതിയ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് ലഭ്യമാകേണ്ട പോയിന്റ്. ഇനി ഡാറ്റ ലഭ്യമാകേണ്ട പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഡാറ്റ ലഭ്യമാകേണ്ട ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഈ ഒരു പോയിന്റ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഡാറ്റ ഇവിടെ ദൃശ്യമാകും. ഇങ്ങനെ ഓരോ പോയിന്റും നമുക്ക് നോക്കാൻ സാധിക്കും. ഇനി ഇത് മൊത്തം ഡാറ്റ നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ. മൊത്തം ഡാറ്റ ഇതിലൂടെ ലഭ്യമാകും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഉരുൾപൊട്ടലിൻ്റെ അല്ലെങ്കിൽ ആ ദുരന്തത്തിൻ്റെ കാരണം ഇവിടെ ചോദിക്കുന്ന ടേബിളിൽ അതിൻ്റെ കാരണം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലാൻഡ്സ്ലൈഡ് ട്രിഗർ, ഈ ഭാഗം ലാൻഡ്സ്ലൈഡ് ട്രിഗർ ആണ് ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്നതിലെ പ്രധാന കാരണമായി നാം കണ്ടെത്തി എഴുതേണ്ടത്. കാരണം ഇവിടെ നോക്കിയിട്ടാണ് നിങ്ങൾ എഴുതാൻ. കണ്ണൂർ ജില്ലയിലുള്ള പോയിന്റിൽ ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിൽ രേഖപ്പെടുത്തിയ ഡാറ്റയാണ് കാണുന്നത്. അതുപോലെ വയനാട് ജില്ലയിൽ മാപ്പിൽ രേഖപ്പെടുത്തിയ പോയിന്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ലഭ്യമായ ഡാറ്റയാണ്. അതുപോലെ കോഴിക്കോട് ജില്ലയിലെ മാപ്പിൽ രേഖപ്പെടുത്തിയ ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ലഭിച്ച ഡാറ്റ. മലപ്പുറം, അതുപോലെ ഇടുക്കി. അങ്ങനെ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ടേബിൾ പൂരിപ്പിക്കാൻ പറഞ്ഞാൽ ഇപ്രകാരമാണ് പൂരിപ്പിക്കേണ്ടത്. വയനാട് ജില്ലയുടെ DEM ഡാറ്റ ഉപയോഗിച്ച് ജില്ലയിലെ സ്ഥലങ്ങളുടെ ചരിവ് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഷോ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ QGIS ടൈപ്പ് ചെയ്യാം. QGIS ഇവിടെ പ്രോജക്റ്റ് ന്യൂ കൊടുക്കുന്നു. ന്യൂ പ്രോജക്റ്റാണ്. അതിൽ ആഡ് ലെയർ
ആഡ് റാസ്റ്റർ ലെയർ എന്ന നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സോഴ്സ് ടൈപ്പ് ഫയൽ എന്ന് ഉറപ്പുവരുത്തുക. റാസ്റ്റർ ഡാറ്റ സെറ്റ്, ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നു, ബ്രൗസ് ചെയ്യുന്നു. അതിൽ DM വയനാട് ഡോട്ട് TIF സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുന്നു. ഇവിടെ ഒന്നും മാറ്റം വരുത്താനില്ല. ആഡ് കൊടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇവിടെ വയനാടിൻ്റെ DM മാപ്പാണ് ഇത്. ഇവിടെ നാം ഇവിടെ DM വയനാട് ലെയർ സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ പ്രോസസ്സിംഗ് ടൂൾ ബോക്സ് ചെയ്യുന്നു. ഇവിടെ താഴെ ജീതാൽ ഈ ആരോക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം താഴെ റാസ്റ്റർ അനാലിസിസ് ഈ ആരോക്ക് ക്ലിക്ക് ചെയ്ത് താഴെ സ്ലോപ്പ് ഉണ്ട്, സ്ലോപ്പ് സെലക്ട് ചെയ്യുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ ജാലകത്തിൽ ഇൻപുട്ട് ലെയർ DM വയനാട് ആണെന്ന് ഉറപ്പുവരുത്തണം. റേഷ്യോ ഓഫ് വെർട്ടിക്കൽ യൂണിറ്റ്സ് ടു ഹൊറിസോണ്ടൽ 1 ആണെന്ന് ഉറപ്പുവരുത്തുക. ഇവിടെ സ്ലോപ്പ് സേവ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ സേവ് ടു ഫയൽ കൊടുക്കുന്നു. ശേഷം ഇവിടെ സ്റ്റുഡൻസ് വർക്ക് തന്നെയാണുള്ളത്. ഇവിടെ സ്ലോപ്പ് കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. ശേഷം റൺ കൊടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള നിന്നും പ്രദേശത്തിൻ്റെ ചരിവ് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ചരിവുകൾക്ക് വ്യത്യസ്ത നിറങ്ങൾ നൽകി ചരിവ് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ സ്ലോപ്പ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കാൻ പറഞ്ഞു. ശേഷം ഇത് ഇവിടെ സിംബോളജി ഉണ്ട്. ഇതിൽ റെൻഡർ ടൈപ്പ് സിംഗിൾ ബാൻഡ് സ്യൂഡോ കളർ എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഇൻ്റർപൊളേഷൻ ലീനിയർ ആണ്. ഇവിടെ ലീനിയർ തന്നെയാണ് സെലക്ട് ആയിട്ടുള്ളത്. ലീനിയർ കൊടുക്കുന്നു. കളർ റാമ്പ് പറഞ്ഞിരിക്കുന്നത് സ്പെക്ട്രൽ എന്നാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, അതിൽ സ്പെക്ട്രൽ തിരഞ്ഞെടുക്കുന്നു. ശേഷം അതിൽ പറഞ്ഞിരിക്കുന്നത് മോഡ് ഈക്വൽ ഇൻ്റർവൽ. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് മോഡ് ഈക്വൽ ഇൻ്റർവെല്ലാണ്. ഇവിടെ മോഡ് താഴെ മോഡ് ഈക്വൽ ഇൻ്റർവൽ സെലക്ട് ചെയ്യുന്നു. ക്ലാസ്സസ് ഉചിതമായ എണ്ണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 5 ഉണ്ട്. ഇവിടെ എന്താണ് അതിന് ശേഷം അവിടെ താഴെ പറഞ്ഞിരിക്കുന്നത് 0, 5, 10, 15, 20, 30, 40, 50, 60, 70, 80 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ 11 കൊടുക്കണം. 11. അപ്പോൾ നമുക്കിവിടെ 11 കൊടുക്കുന്നു. ശേഷം നമുക്ക് ഇവിടെ വാല്യൂ, ഇവിടെ 0 വാല്യൂ. ഇവിടെ കളറുണ്ട്, ഉചിതമായ കളർ. ഇവിടെ 0 തന്നെ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കളർ മാറ്റുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ കളർ കറുപ്പ് കൊടുത്തു, ഓക്കെ കൊടുക്കുന്നു. ശേഷം ഇവിടെ വാല്യൂ 5 കൊടുക്കുന്നു. ഇവിടെ കളർ പച്ച കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇവിടെ വാല്യൂ 10 കൊടുക്കുന്നു. കളർ ഈ കളർ കൊടുക്കുന്നു. ഇവിടെ വാല്യൂ 15 കൊടുക്കുന്നു. ഇവിടെ കളർ ഈ കളർ കൊടുക്കുന്നു. ഇവിടെ വാല്യൂ 20 കൊടുക്കുന്നു. കളർ കൊടുക്കുന്നു. ഇവിടെ പിന്നെ 30 എന്നാണ് പറഞ്ഞത്. 20 30 കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുത്തു. വാല്യൂ 40 കൊടുക്കുന്നു. ശേഷം ഈ കളർ കൊടുക്കുന്നു. ശേഷം 50 കൊടുക്കുന്നു.
വാല്യൂ 60 കൊടുക്കുന്നു. ഓക്കെ കൊടുക്കും. ശേഷം താഴെ അപ്ലൈ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഈ ഭൂപടം പ്രിൻ്റ് ചെയ്യാനായി, ഈ മാപ്പ് പ്രിൻ്റ് ചെയ്യാനായി പ്രോജക്റ്റ് ന്യൂ പ്രിൻ്റ് ലേഔട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പേര് കൊടുക്കുന്നു, വയനാട് കൊടുക്കുന്നു. ഇവിടെ ഈ മാപ്പ് ഇവിടെ കൊണ്ടുവരാനായി ഇവിടെ ആഡ് മാപ്പ് ക്ലിക്ക് ചെയ്യുന്നു. ആഡ് മാപ്പ്, ആഡ് ലേബൽ, ആഡ് ലെജൻഡ്, ആഡ് സ്കെയിൽ ബാർ. അപ്പോൾ ആഡ് മാപ്പ് ക്ലിക്ക് ചെയ്തു. ഇനി എന്താണ് ഇതിന് ലേബൽ കൊടുക്കുന്നത്? ലേബൽ കൊടുക്കാനായി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഐറ്റം പ്രോപ്പർട്ടീസ് സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ വയനാട് എന്ന് ടൈപ്പ് ചെയ്യുന്നു. വയനാട്. വയനാട് ടൈപ്പ് ചെയ്തു. ശേഷം അതിൻ്റെ കളർ നമുക്ക് നോക്കാം. കളർ സെലക്ട് ചെയ്യുന്നു. കളർ ഇവിടെ ഈ കളർ സെലക്ട് ചെയ്തു. അതിൻ്റെ ഫോണ്ട് സൈസ് ഇവിടുന്ന് ഫോണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. ഏത് ഫോണ്ടാണോ വേണ്ടത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇഷ്ടപ്പെട്ട ഫോണ്ട് എടുക്കാം. ഇവിടെ ഇതെടുക്കുന്നു. ഇവിടെ വേണമെങ്കിൽ ഇതിൻ്റെ വലിപ്പം ഇവിടെ തന്നെ സ്കെയിൽ കൂട്ടിയെടുക്കാം. ഇത്രയും കൊടുത്തു സെലക്ട് ചെയ്യുന്നു. അത് ഇപ്പോൾ ഇത് അലൈൻമെൻറ്റ് നോക്കാം. താഴെ അലൈൻമെൻറ്റ് നോക്കാം. അലൈൻമെൻറ്റ് സെൻറ്റർ ആണോ വേണ്ടത് സെൻറ്റർ കൊടുക്കാം. ലെഫ്റ്റ് ആണോ ലെഫ്റ്റ് കൊടുക്കാം. റൈറ്റ് ആണ്, നമുക്ക് ഏതാണ് സൗകര്യം അത് കൊടുക്കാം. ഇവിടെ ഞാൻ സെൻറ്റർ കൊടുക്കുന്നു. ഇനി അത് കുറച്ചുകൂടി മിഡിൽ വേണമെങ്കിൽ ഇവിടെ മിഡിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നമുക്കതിൽ പറഞ്ഞിരിക്കുന്നത്, ഇനി ഇവിടെ ആഡ് ലേബൽ വന്നു. ഇനി ആഡ് ലെജൻഡ് കൊടുക്കാം. ആഡ് ലെജൻഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡ്രാഗ് ചെയ്യുന്നു. ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കാം. ഇനി നമുക്ക് ആഡ് സ്കെയിൽ ബാർ കൊടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കുക. ഇനി എന്താണ് ഇത് നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ആസ് ഇമേജ്. ഇവിടെ വയനാട് തന്നെയാണ്. ഇവിടെ ഹോമിൽ കൊടുക്കാം. എവിടെയാണ് സേവ് ചെയ്യുക? ഇവിടെ ഞാൻ ഇപ്പോൾ ഉദാഹരണം ഡെസ്ക്ടോപ്പിൽ ഇവിടെ സേവ് കൊടുക്കുന്നു. ഇവിടെ സേവ് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു.